പ്രിയ സഹോദരങ്ങളെ, ഞാൻ വളരെ പ്രയാസത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് പല വീഡിയോയും എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടെങ്കിലും ഇന്നത്തെ വീഡിയോ വളരെ പ്രയാസമേറിയതാണ്. അതായത് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ മൂത്ത മോളെ വിളിച്ച് അവളോട് ഞാൻ സംസാരിച്ചു. അവൾ ധിക്കാരപൂർവ്വം പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്തു. കാര്യം അവർക്ക് ഇതൊന്നും കാര്യമല്ല. ഇനി ഞാൻ പറഞ്ഞുതരാം. ഒരു പുരുഷൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്ന് പഴയ കാലത്തെ സ്ത്രീകളും മക്കളും മനസ്സിലാക്കിയിരുന്നു. ഇന്നത്തെ സ്ത്രീകളും മക്കളും ആരും മനസ്സിലാക്കത്തില്ല. അവരുടെ സൗകര്യം, അവരുടെ ഇഷ്ടമനുസരിച്ച് ഒന്നും സാധിക്കത്തില്ല എങ്കിൽ പരാതി പറഞ്ഞു വരത്തേ ഉള്ളൂ. അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മോളുടെ കാര്യം പറയാം. എൻ്റെ മൂത്ത മോൾ അജിത, അവളെ ഞാൻ കെട്ടിക്കുന്നതിന് മുമ്പ് അവളെ BSc നഴ്സിങ്ങിന് ബാംഗ്ലൂർ രാമയ്യ മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ കാലത്തുള്ള വർഷങ്ങൾക്ക് മുമ്പ് 1,00,000 രൂപ കൊടുത്ത് അവിടെ ചേർത്തു. അവൾ പഠിക്കുന്നു. അവൾ തൻ്റെടിയാണ്. അവൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സീനിയർ വിദ്യാർത്ഥികൾ റാഗി അവളെ തലയിൽ എണ്ണ ഒഴിപ്പിച്ച് 1 മണിക്കൂർ അവിടെ നിർത്തി. അവിടെ നിന്നു സഹിച്ചുകൊണ്ട്. എന്നിട്ട് അവളത് കഴിച്ച് ഒരു കാര്യം പറഞ്ഞു, ഇനിയും മേൽ ഒരു ജൂനിയർ വിദ്യാർത്ഥികളും ഇതുപോലെ റാഗിനിരയാകത്തില്ല എന്ന് ഞാൻ പറയുന്നുവെന്ന്. അത് ശരിയായിട്ട് അവൾ ചെയ്തു. എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ? അവിടെ ജന്മമെന്ന് പറഞ്ഞാൽ, ഞാൻ ഗൾഫിലുള്ള സമയത്ത് എൻ്റെ ഭാര്യ ഗർഭിണിയായി. അവളെ ഞാൻ നാട്ടിൽ കൊണ്ടുവന്നു. പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സിസേറിനായിരുന്നു. സിസേറിൻ കഴിഞ്ഞ് കുഞ്ഞ് വെളിയിൽ കൊണ്ടുവന്നു. എല്ലാം കണ്ടു കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവളെ കൊണ്ടുപോകണമെങ്കിൽ വിസ എടുക്കണമായിരുന്നു. അപ്പോൾ ഈ വെപ്രാളത്തിലൂടെ എന്ത് പേരിടണം, എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ആര് സഹായിച്ച എൻ്റെ അപ്പനും അമ്മയും ഞാനൊന്നും പറഞ്ഞില്ല. ഒടുവിൽ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയ സമയത്ത് അന്നാണ് പുൽപ്പള്ളി അജിതയെക്കുറിച്ച് ഓർമ്മ വന്നത്. അജിത തൻ്റെടിയായി സ്വയമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. അവളെക്കുറിച്ച് ഓർമ്മ വന്നത്. ഞാൻ അവളുടെ പേര് എൻ്റെ മകൾക്ക് ഇട്ടേച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അവൾ അത് കൊണ്ടുപോയി. പോട്ടെ, അതല്ല അവിടെ വയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, മക്കളെ, ഇന്ന് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ വീട്ടിലുള്ളൂ. എൻ്റെ മക്കളെ 2 പേരെയും കെട്ടിച്ചയച്ചു. അവരെ ആരെയും ഞാൻ ഒരു വിധത്തിലും പ്രയാസപ്പെടുത്തിയല്ല വിട്ടത്. എങ്കിലും അവർ എനിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. ആ ചെറുക്കൻ ഞാൻ പിന്നെ ഒരു ഫിലിം ഉണ്ടാക്കി, ഫിലിം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. എന്നിട്ട് ഇവരെ ഞാൻ എപ്പോഴാണെങ്കിലും ഭാര്യയും ഭർത്താവും തനിയുള്ളപ്പോൾ ഏതെങ്കിലും ഈശാപോശം ഉണ്ടാകും. അതുകൊണ്ട് ഒരു ഭാര്യ മക്കളെ വിളിച്ച് പറയും,
മക്കൾ വന്ന് അവളെ കൊണ്ടുപോവുകയും എന്നെ പറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കേണ്ട കാര്യം എന്തുവാ? ഈ മൂത്ത മകൾ വന്ന്, ഇളയ മകളെക്കുറിച്ച് പറയുന്നില്ല, അവളെക്കുറിച്ച് പിന്നെ പറയാം. മൂത്ത മകൾ എറണാകുളത്തു നിന്ന് വന്ന് ചെങ്ങന്നൂർ വന്ന് എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാനൊക്കെയും ഇവളെക്കുറിച്ച് എന്നോട് അച്ഛൻ പറയാതെയും കൊണ്ടുപോയി എന്നെ വിഡ്ഢിയാക്കി ഒരുപാട് ഡ്രാമ കളിച്ചു. അതൊക്കെ ഞാൻ പറയാം. ഈ മൂത്ത മകൾ ഒരു ദിവസം, ഞാൻ ഇതിനു മുമ്പ് ഇവരുടെ പ്രവർത്തനം, എൻ്റെ സഹോദരി, എനിക്കൊരു സഹോദരിയേ ഉള്ളൂ, അവളെക്കുറിച്ചും എൻ്റെ മൂത്ത മോള് ഇളയ മോളെക്കുറിച്ച്, 2 പെൺമക്കളേ ഉള്ളൂ, അവരെക്കുറിച്ചും ഞാൻ പഴയ DYSP ചെങ്ങന്നൂർ DYSPക്ക് ലെറ്റർ കൊടുത്തു. ഞാൻ മരിച്ചാൽ പോലും ഇവരുടെ ആരും എൻ്റെ വീട്ടിൽ വരാൻ പാടില്ല, എൻ്റെ മൃതശരീരം കാണാൻ പാടില്ല എന്ന് അവരുടെ നമ്പറും കൊടുത്തിരുന്നു. അതവരെല്ലാവരും DYSP അറിയിച്ചു, എന്നെ ഇവരും അറിയിച്ചു. അത് വേണ്ട. എന്നിട്ടും ഒരു ദിവസം മക്കളെ കേട്ടു, എൻ്റെ മൂത്ത മോനും കൂടെ എൻ്റെ വീട്ടിൽ വരിക. എൻ്റെ വീട്ടിൽ വരുന്നത് ഞാൻ അവളോട് പറഞ്ഞെന്തറിയാവും? അവളെ സറായിട്ട് ഇങ്ങോട്ട് വന്നേച്ച് 5 മിനിറ്റ് വിടുന്നേച്ച് നേരെ അനീറ്റെടുത്ത് പോയി 2 ദിവസം താമസിച്ചു. ഞാൻ പറഞ്ഞു, മോളെ, നിനക്ക് എൻ്റെ മക്കൾ എന്നും വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർ വിളിച്ചില്ല നീ അറിയുകയും, എന്നാൽ നീ ഇവിടെ വരുമ്പോൾ ഒരു നേരത്തെ ആഹാരം നിൻ്റെ മമ്മിയിലൂടെ കഴിക്കണമെന്ന് നിൻ്റെ മമ്മിക്ക് ആഗ്രഹം ഉണ്ടാകത്തില്ലേ? അതിലൊക്കെ എന്താ ചിന്ത വരാത്തത്? അങ്ങനെ നിനക്ക് ഇവിടെ അല്പസമയം ചിലവഴിക്കാൻ വയ്യായെങ്കിൽ നീ മേലെ ഇവിടെ വരരുത് ഞാൻ അവളെ നിർദ്ദേശിച്ചു. അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ മൂത്ത മോനും കൂടെ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ സ്വീകരിച്ച്, കുഴപ്പമില്ല, മകളെ എന്തുവാടാ? ഉടനെ അവിടെ പപ്പ, ഇവിടെ 2ാമത്തെ മകൻ എഞ്ചിനീയറിങ് പാസ്സായി, മെക്കാനിക്കൽ എഞ്ചിനീയറിങ് പാസ്സായി വെച്ച് പോസ്റ്റ് കിട്ടി വെച്ച് ഒരു ബാങ്കിലാണ്. ബാങ്കിൽ അവൻ എല്ലാമായി മാനേജറായി മാറിയെങ്കിലും അവൻ അവിടുന്ന് വേറെ കയറി അവിടുന്ന് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുത്ത് ചിത്തരയിൽ പഠിക്കാൻ പോയി. അത് കണ്ടപ്പോൾ തൊട്ട് മൂത്തവന് ഒരസുഖവും, എനിക്കും വെളിയിൽ പോയി പഠിക്കണം. അത് ഞാനാണോ ഉത്തരവാദി? ഞാൻ എന്ത് ചെയ്യണം? അത് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ എന്ത് പറ്റി? അവൻ്റെ പപ്പ അവന് കാശ് കൊടുക്കത്തില്ല. മക്കളെ, ഒരു കാര്യം ചിന്തിക്കണം. ഈ തന്തയ്ക്കൊടുക്കാത്ത പപ്പ എന്ന് പറഞ്ഞവന് ഇന്നും ഏതോ ഒരു ടെക്നോ പാർക്കിൻ്റെ അടുത്ത് വർഷങ്ങളായിട്ടുള്ള ഫ്ലാറ്റ് ഉണ്ട്. അതിന്നും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഇവൻ എന്തിനു വെച്ചുകൊണ്ടിരിക്കുന്നു? അവൻ പോകുമ്പോൾ അവൻ്റെ കുഴിലോട്ട് കെട്ടിക്കൊണ്ട് പോകാനോ? അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ ഇവള് പറഞ്ഞു കിട്ടിച്ച്, അതിനെന്താ മോളെ നീ എന്തിനാ പ്രയാസപ്പെടുന്നത്? പപ്പ ഇല്ലേ? ഞാൻ എൻ്റെ വീടും പുരയിലും കൂടെ പണയപ്പെടുത്തിയിട്ട് അവനെ വിടാം. ഞാൻ വിട്ടില്ല എന്ന് പറയുന്നില്ല. ഞാൻ അവനെ പറഞ്ഞു വിട്ടു. ഞാൻ എൻ്റെ വാക്ക് പാലിക്കും. ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനല്ലെന്നല്ല, ഞാൻ എൻ്റെ വാക്കിൽ ഉറച്ചിരിക്കുന്നവനാ. ഞാൻ അവിടെ ഇവിടെയും
മറ്റേ വാക്ക് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ആധാരമെടുത്ത് എല്ലാ പേപ്പറും ശരിയാക്കി അവന് ലോൺ മേടിച്ചു കൊടുത്ത് അവനേക്കും അയച്ചു. ഇന്ന് വരെയും ആ തന്തയ്ക്ക് പിറക്കാത്ത മോൻ ഒരു വാക്ക്, ഇപ്പം 2 വർഷം കഴിഞ്ഞ് അവൻ പാസ്സായി, അവൻ ജോലി ചെയ്തു എന്നൊക്കെയും പപ്പ ഞാൻ പാസ്സായി, എൻ്റെ പപ്പ എന്നെ എല്ലാം ലോകരും വിളിക്കുന്നത് പപ്പ ഞാൻ പാസ്സായി, എനിക്കൊരു ജോലിയായി, ബാക്കി കാര്യങ്ങൾ കുറേ അറിയിക്കാവുന്നെങ്കിലും അവൻ ഇതുവരെ വിളിച്ചു പറഞ്ഞിട്ടില്ല. അവനല്ല, അവനെ ജനിപ്പിച്ച ഈ തള്ളേന്ന് വന്ന തന്തയ്ക്കവർക്കാത്ത കഴിവറമ്പോൾ ഇതുവരെ എന്നോട് പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ ഒരു കാര്യം എൻ്റെ മോളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, നീ ബാങ്കിലോട്ട് അവൻ കാശ് അയക്കുകയാണെങ്കിൽ അത് എന്നെ അറിയിക്കണം. കാരണം ഏത് കാലത്താണെങ്കിലും ബാങ്കുകാർ അവരുടെ സൈഡിൽ നോക്കത്തുള്ളൂ. അതുകൊണ്ട് റെക്കോർഡ് വേണം. അതുകൊണ്ടെന്ന് പക്ഷേ ഇതുവരെയും അതൊന്നും നടന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായെങ്കിൽ എൻ്റെ ഭാര്യ ഏത് കാലത്താണ് 72 എൻ്റെ ഭാര്യയെ ജയിലിൽ കണ്ട് അവളെ ഇഷ്ടപ്പെട്ട് കെട്ടിയതാണ്. എവിടുന്നാണ്? ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്നും 12 പെൺമക്കളും 2 ആൺമക്കളുള്ളിടത്തുനിന്ന്. അതിലെത്തുന്നതിനെ അന്ന് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളതെന്ന് എനിക്ക് ഇന്നും ഓർമ്മയില്ല. ഞാൻ ചെന്നതിന് ശേഷം 15 കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അത് പോട്ടെ. എന്നാൽ ഇവളുമാരൊന്നും മനസാക്ഷിയില്ലാത്ത ഒരാൾ. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് എന്നോട് ഗൾഫ് വെച്ച് ആദ്യം തൊട്ടേ നല്ല രീതിയിൽ പെരുമാറിയ എൻ്റെ ഭാര്യ അവിടെ ചേട്ടത്തിയുടെ മോൻ വന്നപ്പോൾ തൊട്ട് അവനൊരു വിസിറ്റിങ്ങിന് വന്നു. അത് തൊട്ട് അവൾക്ക് അസുഖം തുടങ്ങി. എന്ന് വേണ്ട മകളെ, എന്താണെന്നറിയാമോ? ഞാൻ ആരും പറഞ്ഞില്ല. ഇന്ന് കാലത്തിനൊത്തു നീങ്ങാന്ന് പറയും. അത് ശരിയാ. നീങ്ങിപ്പോകുമ്പോൾ വീഴുന്ന കുഴിയിൽ വീഴുന്ന ആരാണെന്ന് ആർക്കും അറിയിച്ചില്ല. ഇവൻ്റെ അമ്മയ്ക്ക് ഉണ്ടായ മക്കളെല്ലാം പലവിധമുള്ളതാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. എങ്കിലും മക്കളെ, എന്നെ പോലീസ് കയറ്റിയ ഭാര്യയാണ്. ഇന്നല്ല, ഇതിനു മുമ്പ് ഇവൾ ഗൾഫിന് പോയി. ഞാൻ ഒരിക്കലും ഒരു കാര്യം തെറ്റു പോകത്തില്ല. ഞാൻ ശീലെടുക്കാൻ പോയ കാരണം എൻ്റെ ഇളയ മരുമോൻ കഴിവറവൻ തന്തയ്ക്ക് പറക്കാത്ത 1000 തെണ്ടി കൂടിൽ കിടന്നവൻ. അവൻ ഗുണദോഷിച്ചത് അതെൻ്റെ അപ്പനും അമ്മയ്ക്കും അത് തന്നെയായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് കേട്ടുള്ളൂ. ഞാൻ എത്ര നന്മ ചെയ്താലും അവർക്ക് അത് മനസ്സിലാകത്തില്ലായിരുന്നു. ഒടുവിലത് മനസ്സിലാക്കുമായിരുന്നു. എൻ്റെ ഭാര്യ അവൻ കേട്ടതനുസരിച്ച് ഗൾഫിൽ പോയി. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞതാണ്. എന്നിട്ട് ഏതായാലും കൊള്ളാം, അന്ന് തൊട്ട് ഉള്ള പ്രശ്നം, ഞാൻ എന്ത് ചെയ്താലും നന്മയല്ല. ഇവക്ക് എന്നും ഞാൻ അവിടെ ഇഷ്ടത്തുള്ള ആഹാരം മേടിച്ചോണ്ട് കൊടുക്കും. ഞാൻ വെളിയിൽ പോയി വരുമ്പോൾ അത് കണ്ടില്ല, മോൻ വീർക്കും. ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു? മക്കളെ, എന്തുമാത്രം കഷ്ടപ്പെട്ടാലും ഈ ജീവിതത്തിൽ ഒരു മനുഷ്യന് സമാധാനം കിട്ടുന്നില്ല എങ്കിൽ എന്തുവാ ജീവിതത്തിലുള്ളത്? ഞാൻ നിങ്ങളോട് ചോദിക്കുക,
ഞാൻ വർഷങ്ങൾ ഞാൻ നിങ്ങൾക്കറിയാൻ വേണ്ട ഞാൻ ലോകത്തിലെ ഒന്നാന്തര കള്ളുകൂടിയിലായിരുന്നു. ആ ചരിത്രം പറയാം. അത് വർഷങ്ങളായി നിർത്തിയിട്ട് എങ്കിലും വല്ലപ്പോഴും ഞാൻ മദ്യപിക്കും. കാരണം എനിക്ക് സഹിക്കാൻ വയ്യുമ്പോൾ ഇത് കുടിച്ചിട്ട് അവിടെ ഒതുങ്ങിയിരിക്കാനായിട്ട്. ഇന്നലെ വെളുപ്പിനെയും പാട്ട് പാടിയത് മദ്യപിച്ച്. ഇന്ന് രാവിലെ പാട്ട് ഒരു ഇഞ്ചിപ്പാട്ട് പാടിയത് ഒരു ഇഞ്ചിപ്പാട്ടാണെന്ന് എനിക്ക് ഓർമ്മ. പാടിയത് പോലും മദ്യപിച്ചാണ്. എന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സ് വിങ്ങിയാണ്. മക്കളെ, ഞാൻ ആരോട് പോയി എൻ്റെ സങ്കടം പറയണം? ആരുണ്ടെന്നെ കേൾക്കാൻ? ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. പണസംബന്ധമായോ അല്ലാതെയോ ഒരു മനുഷ്യയും ദ്രോഹിച്ചിട്ടില്ല. ഇതുവരെ ഞാനൊരു കടക്കാരനായിട്ടില്ല. എൻ്റെ കൂടെ നടന്നവരെയും ഞാൻ ഒരു വിധത്തിലും കടക്കാരായിട്ടില്ല. പക്ഷേ എങ്കിൽ ഈ ജീവിതം എത്ര നാളിങ്ങനെ ഞാൻ സഹിക്കും? ഇന്നലെ ഞാനെന്നും രാവിലെ എഴുന്നേറ്റ് പുലർച്ചെ പോയി എൻ്റെ കൃഷി എന്താ നോക്കി വെള്ളം ഒഴിക്കുന്നതിന് ഒഴിച്ചു വരും. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഒരുപാട് ക്ഷീണിച്ച് കിടന്ന് ഇന്ന് രാവിലെ ഓർക്കണം. ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ മനപ്രയാസം കൊണ്ട് മദ്യപിച്ച് കിടന്നില്ല. അതിന് മുമ്പായിട്ട് പാട്ടൊക്കെ പാടി. അതൊക്കെ എൻ്റെ ഒരു എൻജോയ്മെൻറ്റാണ്, എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി. അത് കഴിഞ്ഞ് 10:30 ആയപ്പോഴും ഞാൻ ഉണർന്ന് കിടന്നിട്ട് ഞാൻ ഈ പുരടത്തിലാണ് പോയി കൃഷികളെല്ലാം നോക്കി വെള്ളം ഒഴിച്ചു. എല്ലാം വെള്ളം ഒഴിക്കുന്നതെന്ന് നോക്കിച്ചു. വലുതിനും പോയിട്ട് ഭാര്യയോട് പറഞ്ഞൊരു കാപ്പിയുടെ ഞാൻ പറഞ്ഞപ്പോൾ കാപ്പി മേശപ്പുറത്തുണ്ട്. മക്കളെ, ഇന്ത്യക്ക് ഒടുക്കലത്തെ ഇതിൻ്റെ അവസാനത്തെ പച്ചവെള്ളത്തിൽ കാപ്പി ഇന്ന് അമ്മ തലേദിവസം ഉണ്ടാക്കി ഫ്ലാസ്ക് വെച്ചിരുന്ന വെള്ളം ഒഴിച്ച് കാപ്പി ഉണ്ടാക്കി വെച്ചിരിക്കുക ഞാൻ കുടിച്ചു. മക്കളെ, ഏത് കാപ്പി പൊടിയാണെങ്കിലും അത് അല്പം നല്ല ചൂടുവെള്ളത്തില്ലെങ്കിൽ അത് കാപ്പിക്ക് സുഖമില്ല. കാപ്പി കുടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ആ ഗ്ലാസ് എടുത്ത് ഒരു ഏറ് കൊടുത്തു. അപ്പോൾ തുടങ്ങി എന്നോട് പ്രശ്നം. ഈ ഗ്ലാസ് മുഴുവൻ എറിഞ്ഞും പൊട്ടിച്ച്, എടീ കഴിവറ മോളെ, നീ എന്തുകൊണ്ട് നിന്റെ ജോലി നിന്റെ കടമ ശരിയായിട്ട് ചെയ്യുന്നില്ല? എന്നിട്ട് എന്നെ കുറ്റം പറയുക. മക്കളെ, ഇതുവരെയും ഞാൻ ആഹാരം കഴിച്ചില്ല. ഞാൻ പല പ്രാവശ്യവും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പട്ടിണി സമരം ചെയ്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. കാരണം എൻ്റെ ഭാര്യയുടെ അഹങ്കാരം നിമിത്തം അവർക്ക് സപ്പോർട്ടാണ് പെൺമക്കൾ. അയക്കൂ, നിങ്ങൾ ജീവിക്കേ. ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ബാധ്യതയായി വരത്തില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ മനസ്സിന് ദ്രോഹം ചെയ്യാത്ത വിധം, ആർക്കും ഒരു പ്രയാസം ഉണ്ടാകാത്ത വിധം ഞാൻ ജീവിച്ചു തരും. ഞാൻ ഒരിക്കലും ഒരു മനുഷ്യർക്കും ദ്രോഹം ചെയ്തില്ല. ഈവൻ എൻ്റെ ഭാര്യ പറയട്ടെ, അവർക്ക് ഞാൻ ദ്രോഹം ചെയ്തത്. ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ ചോദിക്കുന്നത് തെറ്റാണോ? പോട്ടെ, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. മക്കളെ, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ആ ഭാര്യ പുരുഷ സ്ത്രീയുമായിട്ടാണ്. എങ്കിലും ഭാര്യ ഭക്തബന്ധത്തിൽ അന്യോന്യം ബഹുമാനിക്കുക എന്നുള്ളൊരു കടമ നമുക്കുണ്ട്. അതില്ലാതെ പോകരുത്. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും തുറന്ന് അന്യോന്യം സംസാരിച്ച് അതിനെ തീർക്കുക.
അതല്ല ഇന്ന് നടക്കുന്ന അഹങ്കാരത്തിൻ്റെ വിത്തുകളാണ് ഇന്ന് അവർ കഴിക്കുന്നത്. അതുകൊണ്ട് അവർക്കതിന് സാധിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ.